ഓണാഘോഷത്തിന്റെയും മഹാബലിയുടെയും ഐതിഹ്യമറിയാമോ? പുരാതന കാലത്ത് ഭൂമിയും പാതാളവും ഭരിച്ചിരുന്നത് മഹാബലി എന്ന അസുര ചക്രവർത്തിയായിരുന്നു. സത്യം, ദാനം, ദയ, സംരക്ഷണം എന്നീ ധർമ്മങ്ങൾ നിർവഹിച്ച് ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയുടെ ഭരണത്തിൽ ജനങ്ങൾ അതീവ സന്തുഷ്ടരായിരുന്നു. മഹാബലി വിശ്വജിത് യാഗം നടത്തുന്നത് സ്വർഗ്ഗലോകം പിടിച്ചടക്കാനാണെന്ന് ഭയന്ന ദേവന്മാർ ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ വിഷ്ണു ഭഗവാനെ സന്ദർശിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ദേവാസുര യുദ്ധം മൂലം തന്റെ ഭക്തനായ മഹാബലിക്ക് ദോഷമുണ്ടാകാതിരിക്കുന്നതിന് വിഷ്ണു ഭഗവാൻ വാമന രൂപത്തിൽ യാഗശാലയിലെത്തി മഹാബലിയോട് തപസ് ചെയ്യുന്നതിനായി 3 മണ്ണ് ആവശ്യപ്പെട്ടു. ഭൂമി അളന്നെടുത്തു കൊള്ളാൻ അനുവദിച്ച മഹാബലിക്ക് മുന്നിൽ വിശ്വരൂപനായി വളർന്ന വാമനമൂർത്തി ആദ്യ ചുവടിൽ ഭൂമിയും രണ്ടാമത്തെ ചുവടിൽ പാതാളവും അളന്നു. മൂന്നാമത്തെ ചുവട് വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നതിനാൽ ശിരസ് നമിച്ച് കീഴടങ്ങിയ മഹാബലിയോട് വർഷത്തിലൊരിക്കൽ പ്രജകളെ സന്ദർശിച്ചു കൊള്ളാനും സ്വർഗ്ഗസമാനമായ ഉദരത്തിലേക്ക് പോകുവാനും കൽപ്പിച്ച് വാമനമൂർത്തി തന്റെ അവതാര ദൗത്യം പൂർത്തിയാക്കി. ചിങ്ങമാസത്തിലെ തിരുവോണത്തിനാൾ തന്റെ പ്രജകളെ കാണാൻ എഴുന്നള്ളുന്ന മഹാബലി തമ്പുരാന് പൂക്കളം ഒരുക്കിയും ഓണസദ്യ തയ്യാറാക്കിയും ജനങ്ങൾ നൽകുന്ന വരവേൽപ്പിനാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. ഈ കഥ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.